ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരി ചിരാങ്കുഴി മൈക്കിളച്ച, പ്രിയപ്പെട്ട സ്ഥേന്തി ബക്കാനിൽ ബ്രാഹ്മച്ച, ബഹുമാനായ സത്വനാ സെമിനാരി ഡയറക്ടർ, മറ്റ് വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വാകക്കാട് ഇടവക ദൈവവിളി കൊണ്ട് അതീവ സമ്പന്നമായ ഒരു സ്ഥലമാണ്. നമ്മുടെ രൂപതയ്ക്ക് തന്നെ സമർത്ഥരായ നിരവധി വൈദികരെ ഈ ഇടവക നൽകിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ പരിശുദ്ധ കർമ്മത്തിൽ ഇവിടെ എത്തി ഇതിൽ പങ്കുകാരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടവക്കാരനായ ബഹുമാനപ്പെട്ട ജോർജ് ജിയോ പ്ലാത്തോട്ടം ഇന്ന് കർത്താവിൻ്റെ പൗരോഹിത്യം ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ തിരുസന്നിധിയിൽ ഈശോയുടെ സുവിശേഷം മറ്റുള്ളവർക്ക് നൽകുവാനും അത് പ്രഘോഷിക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ ജിയോ ഓസ്ട്രിയയിലെ വിയന്നയിൽ ജനിച്ച കുട്ടിയാണ്. 2 വർഷത്തോളം അവരവിടെ താമസിച്ചു. ജോർജ്, ജിയോ, ഏത് വാക്ക് നമ്മൾ ഉപയോഗിച്ചാലും അതിൻ്റെ അർത്ഥം മണ്ണ്, കർഷകൻ, അധ്വാനിക്കുന്നവൻ എന്നൊക്കെയാണ്. അങ്ങനെ മണ്ണിനോടും മണ്ണിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാവുന്ന അവർ വലിയ വിവേകത്തോടും കൂടി ജീവിക്കുന്ന ഒരു പറ്റം കുടുംബക്കാരാണ് പ്ലാത്തോട്ടംകാർ. മാതാപിതാക്കൾ ദേവസ്യച്ചേട്ടനും ഏലിയമ്മയും സഹോദരി ടെസ്സിയായും എല്ലാം പ്രാർത്ഥനാപൂർവം നമ്മുടെ കൂട്ടത്തിലാണ്. ശമാശൻ കുന്നോത്ത് സെമിനാരിയിലാണ് ഫിലോസഫി പഠിച്ചത്. 3 വർഷങ്ങൾ അവിടെ പാശ്ചാത്യ ഫിലോസഫിയും ഇന്ത്യൻ ദാർശനികതയുമെല്ലാം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി. അതിനുശേഷം നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൽ പഠിച്ച് BSc മാത്സ് വലിയ മാർക്കോടുകൂടി പാസ്സായി. പിന്നീട് അദ്ദേഹത്തെ ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് സെൻറ്റ് എഫ്രൈം തിയോളജിക്കൽ കോളേജിൽ സത്തനായിലേക്കാണ് അയച്ചത്. സത്തനായിലെ റെക്ടച്ചനും മറ്റ് അംഗങ്ങളുമൊക്കെ, റെക്ടച്ചനാണ് നമുക്ക് ആർച്ചഡീക്കനായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നയാൾ, മാനന്തവാടി രൂപതക്കാരനാണ്. സത്തനായിൽ പഠിച്ച് പഠനമെല്ലാം പൂർത്തിയാക്കി ഇവിടെ ഇന്ന് തിരുസന്നിധിയിൽ ആയിരിക്കുന്നു. സത്തനാ സെമിനാരിയിൽ വലിയ മികവോടുകൂടി ജിയോ പഠനമെല്ലാം പൂർത്തിയാക്കി. സാധാരണ ഒരു ശമാശന് കിട്ടാവുന്നതിനേക്കാൾ മാർക്ക് സ്കോറിങ് സ്വന്തമാക്കി. നല്ല സൗമ്യനായ കുട്ടിയാണ്, നല്ലപോലെ വായിക്കുന്നവൻ, സഭയുടെ ചരിത്രത്തിലും പാരമ്പര്യങ്ങളിലും ദൈവശാസ്ത്രത്തിലും നല്ല ഉറച്ച നിലപാടുള്ള ശമാശനാണ്. വളരെ ഡിസിപ്ലിൻഡ് ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു ലീഡറാണ് ബഹുമാനപ്പെട്ട ശംശാന ജോർജ് എന്ന് പറയാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. നല്ല ഒരു ലീഡറാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ശമാശനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ കൂട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന സത്തനാ സെമിനാരിയുടെ റെക്ടച്ചൻ അദ്ദേഹത്തെ 4 കൊല്ലത്തെ പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തന്ന റിപ്പോർട്ടിൻ്റെ ചുരുക്കം ചില വാക്കുകൾ മാത്രം ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കതിൽ വലിയ അഭിമാനമുണ്ട്.
നല്ല ഉത്തമ ബോധ്യത്തോടുകൂടി ഒരു ശുമാശനെ നമുക്കിവിടെ ലഭിക്കുന്നു എന്നതിൽ പൗലോസ് തിമോത്തിക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7 1 തിമോത്തിയിൽ അവൻ്റെ പ്രഘോഷകരും വിശ്വാസത്തിലും സത്യത്തിലും വിജാതീയരുടെ പ്രബോധകനായും ഞാൻ നിശ്ചയിക്കപ്പെട്ടു. തിമോത്തിക്ക് ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതുന്ന ലേഖനത്തിലെ ഒരു വാക്യമാണത്. സഭാ ശുശ്രൂഷകർ എങ്ങനെയായിരിക്കണം, എവിടെയായിരിക്കണം എന്നതിലേക്കൊക്കെയുള്ള ഒരു സൂചനയാണല്ലോ അത്. നമ്മളുടെ തിരുപ്പട്ട ശുശ്രൂഷക്രമത്തിലെ 1-ാം ഖനോനായിലെ ഒരു ശ്ലോസായുടെ ഒരു ഭാഗം ഇതാണ്: രാവും പകലും കറ കൂടാതെ അങ്ങേക്ക് സമാധാന ബലി സമർപ്പിക്കുവാൻ ഈ ദാസനെ ശക്തിപ്പെടുത്തണമേ. മനോഹരമായ ഒരു പ്രാർത്ഥനയാണത്. പൗരോഹിത്യത്തിന് അവധിയില്ല, ഹോളിഡേയ്സ് ഇല്ല, രാവെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ല. 24 മണിക്കൂറും ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ദൈവവിചാരങ്ങളോടുകൂടിയ ഒരു ജീവിതക്രമമാണത്. മരണാസന്നർക്കും മറ്റും രോഗീലേപനം കൊടുക്കുന്നതിന് പാതിരാവിലൊക്കെ ഇപ്പോഴും വീട്ടുകാർ അച്ഛന്മാരെ വിളിക്കുന്ന പതിവ് അത്ര കുറവല്ല. പുരോഹിതനല്ലാതെ മാറുന്ന ഒരു നിമിഷവും ഉണ്ടാകരുത് എന്നാണ് ആ കാനോനായുടെ അർത്ഥം. രാവും പകലും നമ്മൾ കറ കൂടാതെ ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കണം. തിരുമുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന കണ്ണാടികളായിട്ട് വൈദികർ മാറണമെന്നുള്ള പ്രാർത്ഥനയാണ്. സഭാപിതാക്കന്മാർ ഈ ജീവിതക്രമം രൂപപ്പെടുത്തി ഈ പൊന്റിഫിക്കാൽ രൂപീകരിച്ചപ്പോൾ അതിലെല്ലാം പറഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പള്ളി സിൻപോളിൻ്റെ നാമത്തിലാണ്. വലിയൊരു ദേവാലയം, നല്ല ക്രൈസ്തവർ ഒന്നിച്ച് താമസിക്കുന്ന ഇടമാണ്. ഞാനിവിടെ മൈക്കിളച്ചൻ്റെ കാലത്ത് വിസിറ്റയ്ക്കും മറ്റ് നിരവധി വെഞ്ചിരിപ്പുകൾക്കുമെല്ലാം വന്നിട്ടുണ്ട്. ഈ അർച്ചനോടും ഈ ദേവാലയത്തോടുമുള്ള നിങ്ങളുടെ അടുപ്പവും സ്നേഹവുമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പൗലോസ് അദ്ദേഹം ഈശോയുടെ സുവിശേഷം കൊണ്ടു നടന്നപ്പോൾ അനുഭവിച്ച ക്ലേശങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്തോസ് 11-ാം അധ്യായം 25 മുതൽ ഞാൻ കുറേ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് മറ്റു ശ്ലീഹന്മാരെക്കാൾ. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും പകലും കടലിൽ ഒഴുകി നടന്നു, യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ച് കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഗരത്തിൽ വച്ച് വിജനപ്രദേശത്ത് വെച്ചും അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. നിരവധി രാത്രികളിലെ ജാഗരണങ്ങളിലും വിശപ്പിലും ദാഹത്തിലും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്.
ഇവയുടെയെല്ലാം പുറമെ സകല സഭകളെക്കുറിച്ചുമുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ ആകുലപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരു നല്ല അച്ഛൻ്റെ അനുഭവമാണിത്. ഈശോയുടെ സുവിശേഷവുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കൊള്ളേണ്ട അടികളുടെ എണ്ണമാണ് അതിൻ്റെ എല്ലാം പിന്നിൽ ശ്ലീഹ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് പൗരോഹിത്യത്തിൻ്റെ കുലീനതയാണ്, സുവിശേഷത്തിൻ്റെ മഹത്വമാണ്. നമ്മൾ മറ്റേതെങ്കിലും വിഷയം പഠിപ്പിച്ച് നടക്കുകയാണെങ്കിൽ കാര്യമായ ഒരടിയും കിട്ടുകയില്ല. സുവിശേഷം എവിടെ പ്രകടമായിട്ട് നമ്മൾ പ്രഘോഷിക്കുന്നുവോ അവിടെ എതിർപ്പുകളുണ്ടാകാം. ആധുനിക കാലത്ത് മറ്റ് പല രീതികളിലുമാണ് ഈ അടിയും വെട്ടും എല്ലാം പുരോഹിതന്മാർക്ക് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷം രാവും പകലും കറകൂടാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് കരുതണം. നമ്മുടെ സഭ പ്രധാനമായിട്ടും 4 വലിയ മേജർ സെമിനാരികളാണ് ഔദ്യോഗികമായിട്ട് സിനഡിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളത്. ആലുവ സെമിനാരി വലിയ കോസ്മോപൊളിറ്റൻ പട്ടണമാണ്. ഗ്രേറ്റർ കൊച്ചിൻ്റെ മഹത്വമെല്ലാം കണ്ട് ഇൻ്റർ റിച്വൽ സെമിനാരിയായിട്ട് തുടങ്ങിയ ഇപ്പോൾ മലബാറിൻ്റെയും ലത്തീൻ്റെയുമായിട്ട് 2 ഇടങ്ങളിലാണത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വലിയ ഒരു യൂറോപ്യൻ മിഷണറിമാരുടെ ആഭിമുഖ്യത്തോടെ തുടങ്ങിയ സെമിനാരിയാണത്. കോട്ടയം സെമിനാരി കോട്ടയത്തിൻ്റെ മിഡിൽ ട്രാവൻകൂറിൻ്റെ ഹാർട്ട് ലാൻഡാണ്. പൗരസ്ത്യ സഭകളുടെ കേന്ദ്രമാണ്. മറ്റ് സഭകളും ഉണ്ട്. പൗരസ്ത്യ സഭാ തലവന്മാരും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. എക്യുമേനിക്കൽ പ്രാധാന്യമുള്ള സ്ഥലമാണ്. കുന്നോത്ത് സെമിനാരിയുടെ ഹെറിറ്റേജിൻ്റെ മുഖ്യ കാരണം നമ്മളുടെ നാട്ടിൽ നിന്നുള്ള സുറിയാനി നസ്രാണികളുടെ മൈഗ്രേഷൻ വഴി രൂപപ്പെട്ട രൂപതകളും ക്രിസ്തീയ പ്രബോധന വേദികളുമെല്ലാമാണ്. സത്തനായുടെ പ്രത്യേകത വലിയ ഹിന്ദു ബെൽറ്റാണ്. രാജ്യത്തിൻ്റെ ഹാർട്ട് ലാൻഡാണ് സത്തന. വലിയ മിഷൻ ഓറിയൻറ്റേഷൻ അവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും, അവർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് വളരെയധികം സ്വാഭാവിക പ്രാധാന്യവും നമ്മുടെ രാജ്യത്തോട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും മനസ്സിലാക്കാനുമെല്ലാം പറ്റുന്ന സ്ഥലമാണ്. ഞാൻ സത്തനായിലും MSTക്കാരുടെ റൂഹാലയത്തിലുമൊക്കെ നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ വിടുന്നുണ്ട്. നമ്മളുടെ സഭ ഇന്ത്യ മുഴുവനും സുവിശേഷവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് ഇത്തരം മിഷൻ സെമിനാരികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നമ്മളുടെ മിടുക്കരായിട്ടുള്ള കുട്ടികളെ, വൈദിക വിദ്യാർത്ഥികളെ ദിവ്യശാസ്ത്ര പഠനത്തിനായിട്ട് ഇതുപോലുള്ള സത്തന പോലുള്ള സെമിനാരികളിലേക്ക് നമ്മൾ അയക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ശമാശന്മാരുടെ മാതാപിതാക്കളും ഇടവക വികാരിമാരും ഒക്കെ അതിനൊരു പങ്ക് വഹിക്കണം. അല്ലെങ്കിൽ ഞാൻ പാലായിക്ക് വേണ്ടി സെമിനാരി ചേർന്നതാണ്, എനിക്ക് വേറൊരിടത്തും പോകാൻ പറ്റില്ല, ഇങ്ങനെയുള്ള സ്വാഭാവികമായ വാദമുഖങ്ങളൊക്കെ എപ്പോഴുമുണ്ട്. ഇന്നത്തെ നമ്മുടെ സഭയുടെ സാഹചര്യത്തിൽ ഇന്ത്യയിലുള്ള ഏത് സ്ഥലത്തും നമുക്ക് പോയി നമ്മുടെ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. നിങ്ങൾ മാതാപിതാക്കളും ഇടവക വികാരിമാരുമൊക്കെ നിങ്ങളുടെ അച്ഛനോട് ചോദിക്കണം, നിന്നോട് ഇതുവരെ കേരളത്തിന് പുറത്ത് പോകണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടില്ലേ, അതോ നിനക്ക് മനസ്സിലായിട്ട് പോകാതിരിക്കുന്നതാണോ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഇവർക്ക് കൊച്ചന്മാർക്ക് മിഷൻ മേഖലകളിൽ പോയി നന്നായിട്ട് പ്രവർത്തിക്കാനും അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനുമെല്ലാം സാധിക്കുന്നത്. ഞാൻ ദീർഘസമയമെടുക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ചുകൂടെ 1-2 നിമിഷങ്ങൾ മാത്രം. കർത്താവ് വളരെ പ്രതീകാത്മകമായിട്ടും എന്നാൽ നിറഞ്ഞ അർത്ഥതലങ്ങളോടുകൂടിയും
പത്രോസിനോട് പറഞ്ഞ ഒരു ചെറിയ വാക്യമാണ്, നീ പേടിക്കണ്ട, നിന്നെ മനുഷ്യനെ പിടിക്കുന്ന മുഖവനാക്കാം. നീ ഇതുവരെ മത്സ്യങ്ങളെ ആയിരുന്നല്ലോ പിടിച്ചിരുന്നത്, മനുഷ്യനെ പിടിക്കുന്ന മുഖവനാക്കാം. പിസ്കാത്തോരസ് ഹോമിനും, മനുഷ്യനെ പിടിക്കുന്ന ഫിഷർമാൻ. പിസ്കാത്തോരസ്. ഒരു ശമാശൻ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. മനുഷ്യരെ പിടിക്കുന്ന മുക്കുവനായിട്ട് മാറുകയാണ്. സുവിശേഷ പ്രഘോഷണത്തെ ഒരു ബഗർ, ഒരു യാചകൻ മറ്റൊരു യാചകനോട് എവിടെ നിന്നാണ് അപ്പം കിട്ടുന്നത് എന്ന് ചോദിക്കുന്നതും അതിന് ഉത്തരം കൊടുക്കുന്നതുമായ കാര്യമാണെന്ന് സഭയുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ അപ്പം, ഈശോയുടെ വാക്കുകൾ, പരിശുദ്ധ കുർബാന കിട്ടുന്നത് എന്ന് നമ്മളുടെ സാന്നിധ്യം വഴി നമ്മളെ കാണുമ്പോൾ, നമ്മളെ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ലഭിക്കണം. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു, സ്റ്റേ എവേ വിത്ത് നെഗറ്റീവ് പീപ്പിൾ. വളരെയേറെ വിമർശനങ്ങൾ ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാര്യവുമില്ലെങ്കിലും നിരന്തരമായിട്ട് സമസ്ത മേഖലകളിലൂടെ വിമർശനങ്ങൾ നടത്തുന്നവരുണ്ട്. ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത്, സ്റ്റേ എവേ വിത്ത് നെഗറ്റീവ് പീപ്പിൾ. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ദേ ഹാവ് എ പ്രോബ്ലം ഫോർ എവരി സൊല്യൂഷൻ. നമ്മൾ കണ്ടെത്തുന്ന എല്ലാ പരിഹാര മാർഗങ്ങളിലും അവരൊരു പ്രോബ്ലം കണ്ടുപിടിക്കും. ദേ ഹാവ് എ പ്രോബ്ലം ഫോർ എവരി സൊല്യൂഷൻ. ഇന്ന് ഒട്ടുമിക്ക മേഖലകളിലും നമ്മൾ സ്വാഭാവിക ജീവിതത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളതാണ്. ഈശോയുടെ ഡിസൈപ്പിളാകുന്നത് സ്റ്റാറ്റിക്കായിട്ട് കേവലം ഒരു വികാരി അല്ലെങ്കിൽ അസ്റ്റേന്തി എന്ന മട്ടിലുള്ള ആ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നതല്ല, ഒരു അധ്യാപകൻ്റെ ശുശ്രൂഷ മാത്രം നിർവഹിക്കുന്നതുമല്ല. ഇറ്റ് ഈസ് എ ജേർണി ടു ദ ഫ്യൂച്ചർ, ഫ്രം പാസ്റ്റേഴ്സ് ടു ഫിഷേഴ്സ്. മനുഷ്യരെ പിടിക്കുന്ന അച്ഛനായാൽ പോലെ മുഖവനാകണം. അത് വലിയ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യണം. ഒരു ഒക്കേഷണൽ പോസിബിലിറ്റി അവിടെ കർത്താവ് നൽകുകയാണ്. ഐ വിൽ മേക്ക് യു, അതാണ് ഈശോ പറഞ്ഞത്. ഐ വിൽ മേക്ക് യു. നീ പേടിക്കാണ്ടിരുന്നാൽ മാത്രം മതി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാച്ച് നിൻ്റെ വലയിൽ നിനക്ക് കിട്ടും. നിൻ്റെ വൊക്കേഷൻ, നീ ഒരു പുരോഹിതൻ എന്നുള്ളതാണ്. അവിടെ നിനക്ക് നിരവധിയായ പോസിബിലിറ്റീസ് ഉണ്ട്. അതിലേറ്റവും നല്ലൊരു പോസിബിലിറ്റിയാണ് പിസ്കാത്തോരസ് ഹോമിനും, മനുഷ്യരെ പിടിക്കുന്ന മുഖവനായിട്ട് മാറുക എന്നത്. നമുക്ക് ദൈവം നിരവധിയായ അനുഗ്രഹം നൽകുന്നത് പുരോഹിതന്മാരിലൂടെയാണ്. ആരാധനക്രമത്തിൻ്റെ സെലിബ്രേഷനിൽ നമുക്ക് കിട്ടുന്ന മിശിഹ അനുഭവം സെമിനാരിയിൽ ഡോഗ്മാറ്റിക് തിയോളജി പഠിക്കുന്ന ക്ലാസ്സിൽ കിട്ടണമെന്നില്ല. ഡോഗ്മായുടെ അർത്ഥം എന്താണെന്ന് ആരാധനയിൽ നമ്മൾ ആഘോഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് കൂടുതൽ അർത്ഥം നമുക്ക് കിട്ടും. മൊണാസ്റ്റിക് റൂട്ട്സിൽ നമ്മൾ തയ്യാറാകലും മോണസ്ട്രികളുമുള്ള ഒരു രൂപതയാണ്. മൊണാസ്റ്റിക് റൂട്ട്സിൽ കിട്ടുന്ന അനുഭവം സ്കോളാസ്റ്റിക് റൂട്ട്സിൽ കിട്ടുകയില്ല. സഭയുടെ ആദ്യത്തെ 10 നൂറ്റാണ്ടിലെ പ്രബോധനമെല്ലാം മൊണാസ്റ്റിക് ആയിരുന്നു എന്ന് പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പകുതി 11-ാം നൂറ്റാണ്ട് മുതൽ സ്കോളാസ്റ്റിക് ആയിരുന്നു. ഒരുപാട് സ്കൂളുകൾ, സെൻറ്റ് തോമസിൻ്റെ സ്കൂള്, ആൻസലമിൻ്റെ സ്കൂള്, അങ്ങനെ വന്ന് ദൈവശാസ്ത്രം സ്കോളാസ്റ്റിക് ആയിട്ട് പോയപ്പോൾ ദൈവാനുഭവം ചിലപ്പോൾ കുറഞ്ഞു പോകാൻ ഇടയുണ്ട് എന്ന് പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് പറഞ്ഞ കാര്യവും നമ്മൾ മറക്കരുത്.
4 സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് ഈശോ മാത്രമായിരുന്നു സുവിശേഷം. ഈശോയുടെ ബൈബിള് പഴയ നിയമമായിരുന്നു. പഴയ നിയമത്തെ ഈശോ വ്യാഖ്യാനിച്ചപ്പോൾ അത് ന്യൂ ടെസ്റ്റമെൻ്റായിട്ട് പിറവിയെടുത്തതാണ് 4 പേരുകളിൽ അറിയപ്പെടുന്ന സുവിശേഷം. He himself was the canon long before the canons of the Bible were established. വേദപുസ്തകം എത്രയാണ്, ഏതൊക്കെയാണ് എന്നുള്ള അതിൻ്റെ കാനൻസ് നിശ്ചയിക്കുന്നതിന് മുമ്പും ഈശോ മാത്രമായിരുന്നു അതിൻ്റെ കാനൻ. ആരും സുവിശേഷം എഴുതുന്നതിന് മുമ്പ് ക്രൈസ്തവർ, നമ്മുടെ പൂർവികർ സുവിശേഷം ജീവിച്ചിരുന്നു. ശിഷ്യന്മാരിൽ പലരും സുവിശേഷം എഴുതിയവരല്ല. അതിൽ തന്നെ പലരും എഴുതപ്പെട്ട സുവിശേഷം വായിച്ചിട്ടുള്ളവരുമല്ല. എന്നാൽ all of them went forward, preached, broken the bread and celebrated solemnly the Holy Eucharist. അതാണ് പൗരോഹിത്യം. നമ്മളിൽ സഹജമായിട്ട് ഉണ്ടാകേണ്ട ആ ഒരു സുവിശേഷ അനുഭവമാണ് ഈ തിരുപ്പട്ടം എന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമുക്ക് ഈ ചരിത്ര പ്രാധാന്യമുള്ള ഫൂൻസാമയോടുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇടവകയിൽ നല്ല അച്ഛന്മാരെ നൽകുന്ന ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് വിശേഷവിധിയായിട്ട് നമ്മുടെ ശമാശൻ്റെ പ്രത്യേകതകൾ ചിലതൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞല്ലോ. അതെല്ലാം ദൈവം ആ ശമാശനെ കൊണ്ടു നടന്ന വഴികളാണ്. നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ശമാശൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിലെ റക്ടർമാരുടെ അഭിപ്രായവും. അദ്ദേഹം ഒരു കൊല്ലം എൻ്റെ കൂട്ടത്തിൽ അരമനയിലുണ്ടായിരുന്നു. എൻ്റെയും അനുഭവം അതൊക്കെ തന്നെയാണ്. വളരെ ശാന്തനും വിനീതനുമാണ്. എന്നാൽ ബൗദ്ധികമായിട്ടുള്ള വലിയ മികവ് സഭയുടെ ചരിത്രത്തോടും സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തോടും എല്ലാം ഉണ്ട്. അത് അദ്ദേഹത്തിന് ഈ സത്തനയിൽ ഹിന്ദി പഠിച്ചും ഇന്ത്യയുടെ നിരവധിയായ പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കിയുമൊക്കെ പരിശീലനം പൂർത്തിയാക്കിയപ്പോൾ കൂടുതൽ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. ബഹുമാനപ്പെട്ട വിചാരിച്ചിനെയും ഈ ഇടവക്കാരെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമ്മയോട് പ്രാർത്ഥനകൾ യാചിച്ച് അപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.